എന്റെ സ്വന്തം കോട്ടേജ്. സത്യം പറഞ്ഞാല് നമ്മളിപ്പോ സാർ പറയാറില്ലേ, ഇപ്പൊ സാർ പറഞ്ഞ കാര്യം മോനെ അത് കള്ളക്കടത്താണ് ഇതാണല്ലോ. സത്യം പറഞ്ഞാല് നമ്മൾക്ക് അവസരങ്ങളുണ്ട് സാർ. ഇതുപോലെ കമ്പനി വെച്ചുന്ന ഏറ്റവും വലിയ അവസരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാവുന്ന അവസരങ്ങൾ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹാപ്പിനെസ്, അതായത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് കഴിഞ്ഞിട്ട് ഒരു ലെഗസി എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ട് സാറേ. എന്റെ കാലശേഷായാലും എന്നെ നോക്കാനുള്ള ഒരു സമ്പത്താണ് ഈ കാണുന്നത്. പക്ഷെ എന്റെ കാലശേഷം എന്റെ 3 പെൺമക്കൾക്കും വരുമാനം, അല്ലെങ്കിൽ അവരുടെ മരുമക്കൾക്കും കൂടി വരുമാനം കൊടുക്കാവുന്ന ഒരു സമ്പത്തായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതും കമ്പനി ഉള്ളത് കൊണ്ട് മാത്രം. 25 വർഷമായിട്ട് എനിക്ക് കമ്പനി തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സാറേ എന്റെ തൊട്ടുപുറകെ കാണുന്ന എന്റെ ഈ കോട്ടേജ്. അത് മാത്രമല്ല, എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കോട്ടേജുകൾ കാണുമ്പോഴേ സത്യം പറഞ്ഞാല് വയനാടിന്റെ മണ്ണില് നമ്മളെ റാഫി ഒന്ന് മുകളിൽ കയറി, കോട്ടേജിന്റെ മുകളിലേക്ക് ഒന്ന് കയറി പതുക്കെ. ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. കേറാം സാറേ. ശരി ശരി. യെസ്. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ? കാരണം ഞാൻ പെൺകുട്ടികളുള്ളത് മോശം എന്നല്ല പറയണത്. നമ്മൾ ഈ നാട്ടിലത്തെ നാട്ടുനടപ്പനുസരിച്ച് ഒരു പെൺകുട്ടിയെ 18-25 വയസ്സായുമ്പോൾ നമ്മൾ കെട്ടിച്ചയക്കും. കെട്ടിച്ചയച്ചാൽ പിന്നെ അവൾ ആരണ്ടർല, അല്ലെങ്കിൽ ആരെ തീരുമാന? ഒരു ഹസ്ബൻഡ് അല്ലേ? പിന്നെ മക്കളായി, അവരെ കാര്യങ്ങളായി. പിന്നെ അവരുടെ പ്രയോറിറ്റി നിങ്ങളുടെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അല്ല. ആ റിയാലിറ്റി മനസ്സിലാക്ക്. പ്രത്യേകിച്ച് അപ്പൊ ചിലർക്ക് ആൺകുട്ടി ഒരു ചിന്ത വേണം, ആൺകുട്ടികളെയും ഫസ്റ്റ് പ്രയോറിറ്റി അവരെ ഭാര്യമാരാ. ക്ലിയർ ആയോ? അപ്പൊ ചിലര് എനിക്ക് ആൺകുട്ടികളാ, ഒരു പ്രതീക്ഷ വേണ്ട. പെൺകുട്ടികളാണെങ്കിൽ പ്രതീക്ഷ 0, ആൺകുട്ടിയാണെങ്കിലോ 1/2% കൂടുതൽ, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? മക്കളെ കണ്ട് മാമ്പു കണ്ട് കൊതിക്കല്ലേ. കാരണം നിങ്ങളും പണ്ട് ഒരു മക്കളായിരുന്നു, മകളായിരുന്നു. നിങ്ങൾ അച്ഛനമ്മ ഇപ്പൊ നിങ്ങൾ എങ്ങനെ നോക്കണേ അല്ലേ? ഇത് തന്നെയല്ലേ നാളെ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോണേ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട? മക്കള് നോക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട. അതിനെന്ത് ചെയ്യണം? അതിനാണ് ചെറുപ്പത്തിലെ ഇൻവെസ്റ്റർ ആവാൻ പറയണത്. കാരണം റാഫിദ്യോ അവിടെ കാരണം നമുക്ക് ഇൻവെസ്റ്റ് കൂടി നമുക്ക് കാണാം. സാറേ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. നമ്മളെ ഈ ഒരു ചന്ദന മരങ്ങൾ കൂടി വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര സംഭവമായി മാറുന്നുള്ളതാണ്. ഞാനിപ്പോ ഈ ഫസ്റ്റ് കോട്ടേജിന്റെ മേലെയാണ് സാർ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ സാർ ഈ ഉദ്ഘാടനം ചെയ്ത കോട്ടേജിന്റെ മേലെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം വ്യൂ, നമ്മൾ ഓരോ കോട്ടേജുകളും പണി തീർന്നത് ഇതിവിടെയൊക്കെ ഓൾറെഡി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇവിടെയൊക്കെ ഓൾറെഡി നമ്മൾ അപ്പുറത്തൊക്കെ ആയിട്ടുള്ള കോട്ടേജുകളുടെ വർക്കുകൾ തീർന്നിപ്പോ ഇന്ന് ഇലക്ഷൻ ഇവിടെ പൊതുവധിയാണ്, എന്നിട്ട് പോലും നമ്മുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ. അപ്പൊ വലിയൊരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കൂടുതൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒന്ന് ദുബായ് പോയി വന്നപ്പോഴത്തേനും നമ്മളെ ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഭയങ്കര സ്പീഡാണ് നമ്മളെ വർക്കുകള്. അവിടെ ഓൾറെഡി കോട്ടേജുകള് പണി ഏതാണ്ട് പൂർത്തിയായി. അവിടെ മഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞു തുടങ്ങി. ഇവിടെ ആകെ 4 മഡ് പാക്ക് ചെയ്യാനുള്ളൂ. അവിടെ 5 അപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് സാറേ, ഇനിയിപ്പോ സാർ പറഞ്ഞ പോലെ സാറേ, ഇപ്പോ നമുക്കേ വെറും 5 സെന്റ് മാത്രം നൽകിക്കൊണ്ട് അതിന് ചന്ദനമരങ്ങൾ നൽകിക്കൊണ്ട് 28,000 കോടീശ്വരന്മാരെ അടുത്തൊരു 15 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കമ്പനി വേറെ ലോകത്തുണ്ടാവില്ല സാറേ, യാതൊരു സംശയമില്ല. വെറും 5 സെന്റ് സ്ഥലം കൊടുത്തുകൊണ്ട് ഇത് ചരിത്രമായി മാറും. ഇതാണ് ചരിത്രത്തെ ആളുകൾ എഴുതാൻ പോകുന്ന ഒരു സ്വർണ്ണ ലിപികളല്ല, അതിനപ്പുറം എന്തെങ്കിലും ലിപികളുണ്ടെങ്കിൽ അതുകൊണ്ട് എഴുതാൻ പോകുന്ന ചരിത്രം അന്ന് ലോകം മുഴുവൻ വയനാടിന്റെ മണ്ണിൽ ഉറ്റുനോക്കും. കാരണം നമ്മള് ഡോക്ടർ അനിൽ ബാലേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാണ്. എന്റെ മുൻപിലിരിക്കുന്ന ലോകത്തിലെ 5% കോടീശ്വരന്മാരിൽ എല്ലാവരും ഉറ്റുനോക്കാൻ പോകുന്ന ചരിത്രം കുറിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ നിഷാദ് അബൂബക്കർ എന്ന് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ അദ്ദേഹം ലോകം കണ്ട മനുഷ്യനാണ് സാർ. അത് നിറവേറുകയാണെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിന്നുകൊണ്ട് ഈ കാഴ്ച കാണുമ്പോൾ സാർ ഫസ്റ്റ് കയറിയതിട്ടോ സത്യം പറഞ്ഞാല് അടിപൊളി സാറ്, സൂപ്പർ. അപ്പൊ താങ്ക് യു സാർ. റാഫിയെ സംബന്ധിച്ചിടത്തോളം 2 കോട്ടേജുകളാണ് അവിടെ, 2 എണ്ണം. ഓക്കെ, അതിൽ ഒരെണ്ണം ഫുള്ളായിട്ട് റാഫിയുടെ തന്നെ ഷെയർ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പോ റാഫിയുടെ ഗുണം എന്താ? ഇനി അല്ലെ അടുത്ത വർഷം മുതൽ ഇനി പാടാൻ പോകണ്ട, ജസ്റ്റ് ബിസിനസ് ചെയ്യേണ്ട, ടീച്ചർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോകണ്ട. വാവ്,